ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് എൻ്റെ കയ്യിലുള്ള മുത്ത് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡ് എങ്ങനെയാണ് ചെയ്യലെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പ്ലെയിൻ ഹെയർ ബാൻഡാണ്. പിന്നെ കുറച്ച് മീഡിയം സൈസിലുള്ള മുത്തുകളും, പിന്നെ ചെറിയ സൈസിലുള്ള കുറച്ച് മുത്തുകളും. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ ഹെയർ ബാൻഡിൻ്റെ അറ്റത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ടേപ്പാണ്. അപ്പോൾ രണ്ടറ്റത്തേക്കും വേണ്ടിയിട്ട് നമ്മൾ 2 കഷ്ണം ടാപ്പ് കട്ട് ചെയ്തെടുക്കണം. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഒരു 2.5-3 ഇഞ്ച് ആ അളവിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്ര ചുറ്റാണ് വേണ്ടത് അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഗഡ്സ് വേണം, വലിയ കഷ്ണം ഗഡ്സ്. അപ്പോൾ ആ ഗഡ്സ് ആദ്യം നമ്മളൊന്ന് ഹെയർ ബാൻഡിൻ്റെ ഒരു ഭാഗത്ത് നല്ലോണം ടൈറ്റാക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. നല്ലോണം ടൈറ്റാക്കി കെട്ടി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ടാപ്പ് ആ കെട്ടിൻ്റെ മുകളിൽ വരുന്ന കോലത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഈ ടാപ്പിൻ്റെ അറ്റത്ത് നിന്ന് ഒരു പേപ്പർ കഷ്ണം പറിച്ചൊഴിവാക്കുക. ആ പേപ്പറിൻ്റെ ആ കഷ്ണം പറിച്ചൊഴിവാക്കിയതിൻ്റെ ശേഷം ഒട്ടിപ്പുള്ള ഭാഗം നമ്മൾ ഗഡ്സിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഗഡ്സിലെ കെട്ട് ഇങ്ങോട്ട് ഊരി പോരൂല. അപ്പോൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അറ്റം വെച്ചിട്ട് ഇനി 2-3 ചുറ്റ് നല്ല അമർത്തി ചുറ്റി കൊടുക്കുക. അപ്പോൾ ആ ഗഡ്സ് അവിടെ നിൽക്കും. ഇത് ഞാൻ വാങ്ങിച്ചത് ബട്ടൺ ഹൗസ് എന്നാണ്. അപ്പോൾ അത് 30 രൂപക്കാണ് വാങ്ങിച്ചത്. 30 രൂപക്ക് വാങ്ങിച്ചാൽ ഒരുപാട് ഹെയർ ബാൻഡ് ചെയ്യാനുള്ളതുണ്ടാവും. അപ്പോൾ ഇത് നല്ലോണം ഒട്ടിച്ചതിൻ്റെ ശേഷം ഇനി ഇതിൽ നമ്മൾ കെട്ടിട്ട് ആ ഗഡ്സ് എടുത്തിട്ട് അതിൽ ഓരോ ചെറിയ മുത്ത് പിന്നെ ഒരു വലിയ മുത്ത് അങ്ങനെ ഓരോന്നും ഇടവിട്ടുകാണ്ട് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരുപാട് കോർക്കരുത്. ആദ്യം ഒരു വലുത്, പിന്നെ ഒരു ചെറുത്, പിന്നെ ഒരു വലുത്, പിന്നെ ഒരു ചെറുത്, അങ്ങനെ കുറേശ്ശെ കോർത്തിട്ട് ആദ്യം അത് ഒട്ടിച്ചതിൻ്റെ ശേഷം പിന്നെ അതുപോലെ തന്നെ കോർക്കുക. അങ്ങനെ കുറേശ്ശെ കോർത്തിട്ട് ചെയ്യണം. മറ്റേത് ഒന്നായിട്ട് ചെയ്യുമ്പോൾ അതൊരു വൃത്തി കിട്ടൂല, പിന്നെ നമുക്കത് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ കുറച്ച് കോർക്കുക. ഒരു വലുത് ഒരു ചെറുത് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കോർത്തിക്കണത്. ഇപ്പോൾ ഒരു 5 വലുതും 5 ചെറുതുമാണ് ഞാൻ കോർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പശ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനാദ്യം ഞാൻ ഹെയർ ബാൻഡിൽ പശ തേക്കുകയാണ്. പശ തേക്കുമ്പോഴും ഒരുപാട് തേച്ചിടരുത്. ആ മുത്ത് എത്രയാണ് വീതി വരുന്നത്, നമ്മൾ ഗഡ്സ് വെച്ച് നോക്കിയിട്ട് എത്രയാണ് വീതി വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം നമ്മൾ പശ തേച്ച് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ഭാഗത്ത് പശ തേച്ചാൽ നമ്മൾ ഈ മുത്തൊക്കെ ഒട്ടിച്ച് അത് ഗഡ്സൊക്കെ ഇങ്ങനെ ഇതാക്കി വരുമ്പോഴത്തേന് ആ പശ ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതൊരു വൃത്തികേടാവും. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം പശ തേച്ചിട്ട് ഫസ്റ്റ് കോർത്ത മുത്ത് ആ പശയിലൊന്ന് ഒട്ടിച്ചെടുത്തു. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തു. ഇനി ആ ഗഡ്സിനെ ഞാൻ അടിയിൽ കൂടെ എടുക്കുകയാണ്. മുത്തുകളൊക്കെ അടിയിലാക്കിയിട്ട് ഗഡ്സ് അടിയിലൂടെ എടുത്തു. അങ്ങനെ ഓരോ മുത്തും പശയിൽ ഒട്ടിച്ചെടുക്കുക, ഗഡ്സ് അടിയിലൂടെ എടുക്കുക. അങ്ങനെ നല്ല വലിക്കണം ഗഡ്സ്. അടിയിൽ കൂടെ എടുക്കുമ്പോൾ നല്ല ഓരോ മുത്തും പശയിൽ വെച്ചിട്ട് നല്ല വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് അടുത്ത മുത്തിടുക, എന്നിട്ട് ഗഡ്സ് വലിക്കുക. അങ്ങനെ ഓരോന്നും ചെയ്ത് കൊടുക്കുക. അങ്ങനെ വലിച്ചു കൊടുത്ത് പശയിലെല്ലാം അമർത്തി കൊടുക്കുമ്പോഴാണ് നമുക്കത് വൃത്തിക്ക് കിട്ടുള്ളൂ. ഇതങ്ങനെ ഓരോ മുത്തും ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടുത്ത മുത്ത് ഞാൻ കോർത്തു. അതുപോലെ തന്നെ പശ തേച്ച് ഇനി അതുപോലെ പശ തേച്ചതിൻ്റെ ശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു മുത്ത് മാത്രമേ പശയിൽ വരാൻ പാടുള്ളൂ. അത് നല്ല ശ്രദ്ധിക്കണം. അഥവാ ഒട്ടിപ്പോയാലൊക്കെ അത് ചെയ്ത് വരുമ്പോൾ ഹെയർ ബാൻഡിൻ്റെ ഭംഗി പോവും. അപ്പോൾ ഓരോ മുത്തും ശ്രദ്ധിച്ച് ചെയ്യുക. മുത്ത് അങ്ങോട്ടോ നീങ്ങാതെ ആ പശയിൽ നല്ല വൃത്തിക്ക് സെൻട്രലായിട്ട് വെച്ചൊട്ടിച്ച് കൊടുക്കുക. ഇത് ചെറുത് അല്ലാതെ തന്നെ നമുക്ക് ഒരേ അളവിലുള്ള ബീഡ്സ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഒരു മീഡിയം സൈസിലുള്ള ബീഡ്സ് നേരെ കോർത്തിട്ട് അതും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും.
നമ്മൾ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ മുത്ത് അതല്ലാന്നുണ്ടെങ്കിൽ 2 വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ചെറിയ മുത്തിടുമ്പോൾ 2 കോർത്തിട്ട് 2 വെച്ച് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. എങ്ങനെ വെച്ചാൽ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ അവിടെ ചെയ്തിരിക്കണം, ഒന്ന് ചെറുത് ഒന്ന് വലുത് അങ്ങനെയാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഹെയർ ബാൻഡാണിത്. നല്ല ഭംഗിയുണ്ടാവും ചെയ്ത് കഴിഞ്ഞ്. ചെറിയ മക്കൾക്കൊക്കെ തലയിൽ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ബാൻഡും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വൈറ്റ് ബീഡ്സിന് പകരം പല കളർ ബീഡ്സ് ഡ്രസ്സിനനുസരിച്ച് ചെയ്യണവർക്ക് പല കളറിലുള്ള ബീഡ്സും കിട്ടും. അങ്ങനെ അതും വെച്ച് ചെയ്യാൻ പറ്റും. ഹെയർ ആക്സസറീസ് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഫസ്റ്റായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു മോഡലും കൂടിയാണിത്. അപ്പം ഇപ്പം ഞാൻ ബീഡ്സൊക്കെ കോർത്ത് ആ ലാസ്റ്റ് വരുന്ന ഗഡ്സ് അതിൻ്റെ അടിഭാഗത്തൊന്ന് നല്ലോണം കെട്ടിട്ട് കൊടുത്ത് എന്നിട്ട് ബാക്കി ഗഡ്സ് കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ശേഷം ഇനി ഞാൻ ഫസ്റ്റ് ഒട്ടിച്ച അതുപോലത്തെ ആ ടാപ്പ് ഈ അറ്റത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നല്ലവണ്ണം ഗഡ്സ് കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഉള്ളിലാക്കിയിട്ട് പശൻ്റെ ഉള്ളിലാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ടൈറ്റാക്കി ഒരു 2-3 ചുറ്റി കൊടുക്കുക. അപ്പോൾ അത് നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായി. നല്ല ഒരു അടിപൊളി ഹെയർ ബാൻഡ്.